എൻ്റെ ഫസ്റ്റ് ബിസിനസ്സിലെ റിജക്ഷൻ അവിടെ നിന്നായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് ആൾ പറഞ്ഞു, പ്രിമയ്ക്ക് താല്പര്യമില്ല ഇവിടെ നിൽക്കണമെങ്കിൽ പ്രിമ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടാണ് ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുന്നത്. ഒരുപാട് സ്വപ്നം കണ്ടിട്ട് വന്നിട്ടുള്ള, ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഫേം അല്ല അത്. അപ്പോൾ അതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് ഉറങ്ങാത്ത രാത്രികളുണ്ട്, ഒരുപാട് കരഞ്ഞ രാത്രികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അതിനെ ഡ്രൈവ് ചെയ്ത് ഒരു ബ്രാൻഡാക്കി മാറ്റണം എന്നുള്ള സ്വപ്നത്തിൽ തന്നെ ആ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയത്. ഇങ്ങനെ ഈ ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഫീലിംഗ് കുർത്തീനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. അപ്പോൾ ആളെനിക്ക് ഒരു നല്ലൊരു കട്ടറേയും 2 സ്റ്റിച്ചേഴ്സിനെയും എനിക്ക് തന്നിട്ട് പറഞ്ഞു, അങ്കമാലിയിൽ നമുക്കൊരു കുഞ്ഞ് ഷോപ്പ് എടുക്കാം. അപ്പോൾ എനിക്കൊരു വെല്ലുവിളി വന്നു. 3 മാസമേ ആയിട്ടുള്ളൂ, ഞാൻ ഈ കട തുടങ്ങണോ, ഇത് എന്നെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. പ്രത്യേകിച്ച് എനിക്കുള്ള പ്രശ്നം വെച്ചാൽ മമ്മിയില്ല, കുട്ടീനെ നോക്കാൻ, ഉള്ള മോനെ നോക്കാൻ ആരുമില്ല, അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയും. എല്ലാ കിട്ടാവുന്ന പണികളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ഷോപ്പാണ് സ്റ്റൈലിഷ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, അതായത് ജോലി എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നി എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ള വിഷൻ എന്ന് പറയുന്നത് കുറേ പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതായിരിക്കും. അപ്പം എനിക്കൊരു തോന്നി, എൻ്റെ അമ്മ പറഞ്ഞതൊക്കെ തന്നെ ശരി, ഇതൊന്നും നമുക്ക് പറഞ്ഞ പരിപാടിയല്ല, നമ്മളെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നമ്മളെ ആളുകളെ എങ്ങനെ പറ്റിക്കാന്ന് അറിയില്ല, നമ്മൾ ഓരോ കെണിയിലും കറക്റ്റായിട്ട് ഞാൻ പോയി വീഴുകയും ചെയ്യും. അപ്പോൾ നമ്മളത് നിർത്താൻ തന്നെ കരുതി. പക്ഷെ അവിടെയാണ് എനിക്ക് കസ്റ്റമേഴ്സ് തന്നൊരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ പ്രിമ പറഞ്ഞതുപോലെ ഒരുപാട് പെയിൻ സഹിച്ച്, ഒരുപാട് റിസ്കുകൾ എടുത്ത്, ഒരുപാട് കളിയാക്കലുകളിൽ നിന്നും ഒക്കെ ഒരു വാശിയുടെ പുറത്താണ് പ്രിമ എന്ന് പറയുന്ന ഒരു ഓൺട്രപ്രണർ, ഒരു ഫാഷൻ ഓൺട്രപ്രണർ ഉണ്ടായി വരുന്നത്. ലൈഫിൽ എല്ലാവരും ലൈഫിൽ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടാവും. പ്രിമയോട് ഞാൻ ചോദിക്കുകയാണ്, ലൈഫിലെ പ്രൗഡ് മൊമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും എന്നോട്?